നമസ്കാരം സുഹൃത്തുക്കളെ, ട്രിപ്പിൾ പി വാർത്താ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോ കേരളത്തിലെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. 3000 പെൻഷൻ ലഭിക്കുമോ? ഓണത്തിന് മുൻപ് പെൻഷൻ അക്കൗണ്ടിൽ എത്തുമോ? പെൻഷൻ ഇനി ബാങ്ക് അക്കൗണ്ട് വഴിയെ ലഭിക്കുമോ? കിടപ്പ് രോഗികൾക്ക് എന്താകും? സർക്കാർ പുതിയ എന്തൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഇതെല്ലാം വിശദമായി പരിശോധിക്കാം. വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യാൻ മറക്കരുത്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികൾ ഒന്നായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അവിവാഹിതരായ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങി നിരവധി വിഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. പല കുടുംബങ്ങൾക്കും ഇത് പ്രധാന വരുമാന മാർഗമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂട്യൂബിലും ഫേസ്ബുക്കിലും നിരവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 14 പെൻഷൻ, ഓഗസ്റ്റ് 25 പെൻഷൻ, 3000 പെൻഷൻ പ്രഖ്യാപിച്ചു, പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ, ഓണത്തിന് മുൻപ് ഇരട്ട പെൻഷൻ എന്നിങ്ങനെ നിരവധി തംബ്നെയിലുകൾ കാണാം. എന്നാൽ ഇവയിലെല്ലാം ഔദ്യോഗിക ഉത്തരവുകൾ അടിസ്ഥാനമാക്കിയുള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രം നോക്കാം. 3000 പെൻഷൻ വിഷയം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: പെൻഷൻ 3000 ആക്കുമോ? 2026 തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാന രാഷ്ട്രീയ മുന്നണികൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനാൽ ഭാവിയിൽ പെൻഷൻ വർധനയ്ക്ക് സാധ്യതയുണ്ടെന്ന് പലരും പ്രതീക്ഷിക്കുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ 3000 പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള അന്തിമ സർക്കാർ ഉത്തരവ് പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് 3000 ഇപ്പോൾ തന്നെ ലഭിക്കുമെന്ന രീതിയിലുള്ള വാർത്തകൾ കണ്ടാൽ ഔദ്യോഗിക അറിയിപ്പുകൾ കൂടി പരിശോധിക്കണം. ഇപ്പോൾ ലഭിക്കുന്ന പെൻഷൻ തുക സംബന്ധിച്ചും ആളുകൾക്ക് സംശയമുണ്ട്. വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 നിരക്കിലാണ് വിതരണം ചെയ്യുന്നത്. എന്നാൽ ഭാവിയിൽ വർധന പ്രഖ്യാപിക്കുമോ എന്നത് സർക്കാർ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ മാറ്റത്തിലേക്ക് വരാം. പെൻഷൻ വിതരണം കൂടുതൽ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സേവന പെൻഷൻ പോർട്ടലിലും DBT സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. DBT എന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ്. അതായത് സർക്കാർ അനുവദിക്കുന്ന തുക നേരിട്ട് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന സംവിധാനം. ഈ ഇടനിലക്കാരില്ലാതെ പണം ലഭിക്കും. കിടപ്പ് രോഗികൾക്ക് എന്താവും? പല വയോധികർക്കും ബാങ്കിൽ പോകാൻ സാധിക്കില്ല. പലർക്കും ATM ഉപയോഗിക്കാൻ അറിയില്ല. ചിലർ പൂർണ്ണമായും കിടപ്പ് രോഗികളാണ്. അതുകൊണ്ട് ഈ വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവിധാനം തുടരുമോ എന്ന കാര്യത്തിൽ സർക്കാർ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗുണഭോക്താക്കൾ. മുഖ്യമന്ത്രി ഉന്നയിച്ച ആശങ്ക. DBT മാതൃകയെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ കേന്ദ്ര സർക്കാരിനോട് ആശങ്ക അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ നിലവിലെ ക്ഷേമ പെൻഷൻ വിതരണം മികച്ച രീതിയിൽ നടക്കുന്നതിനാണെന്നും അതിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഗുണഭോക്താക്കളെ ബാധിക്കില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് ഈ വിവരത്തിനാണ്. ഓണം അടുത്തെത്തുകയാണ്. ഓണച്ചിലവുകൾ വർദ്ധിക്കുന്ന സമയമാണിത്. അതിനാൽ പെൻഷൻ മുൻകൂർ നൽകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഉത്തരവ് വന്നാൽ മാത്രമേ കൃത്യമായ തീയതി ഉറപ്പിക്കാൻ കഴിയൂ. അതിനാൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാത്രം ആശ്രയിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാർ പെൻഷൻ വിഷയവും കേരള പെൻഷനും. ഇവിടെ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പെൻഷനും കേരള സാമൂഹ്യ സുരക്ഷാ പെൻഷനും രണ്ടും വ്യത്യസ്തമാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന പെൻഷൻ സംബന്ധിച്ച വാർത്തകൾ കേരള സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടതല്ല. അതുകൊണ്ട് രണ്ട് വാർത്തകളും കൂട്ടിക്കുഴക്കരുത്. പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ഒന്നാമത്, ബാങ്ക് അക്കൗണ്ട് സജീവമാണോ എന്ന് ഉറപ്പാക്കുക. ആധാർ ലിങ്കിങ് പൂർത്തിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മസ്റ്റർ സംബന്ധിച്ച അറിയിപ്പുകൾ വന്നാൽ സമയത്ത് പൂർത്തിയാക്കുക. അപേക്ഷാ വിവരങ്ങൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഉടൻ തിരുത്തുക. വാർത്തകൾ എങ്ങനെ തിരിച്ചറിയാം? തംബ്നെയിലിൽ വലിയ അക്ഷരത്തിൽ ഇന്ന് പണം നാളെ പണം ഉറപ്പായി കിട്ടും, 4000 അനുവദിച്ചു എന്നിങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഔദ്യോഗിക ഉത്തരവ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. സർക്കാർ ഉത്തരവില്ലെങ്കിൽ അത് വെറും പ്രചാരണമായിരിക്കാം. അവസാനമായി, കേരളത്തിലെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ 3 ആണ്. ഓണത്തിന് മുൻപ് വിതരണം ഉണ്ടാകുമോ? 3000 പെൻഷൻ യാഥാർത്ഥ്യമാകുമോ? DBT സംവിധാനം എങ്ങനെ നടപ്പാക്കും? ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വരുന്നതോടെ ട്രിപ്പിൾ പി വാർത്താ ചാനൽ ഉടൻ അറിയിക്കുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയ അപ്ഡേറ്റുകൾക്കായി ട്രിപ്പിൾ പി വാർത്താ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.